ആ ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്നൊരു അസുഖമാണ് എന്ന് ഡോക്ടർ കണ്ടെത്തി എന്നോട് പറഞ്ഞു. അന്നൊരു 16-17 വയസ്സുള്ള എനിക്ക് അത് വ്യക്തിപരമായിട്ട് താങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിപ്പോൾ ആക്ച്വലി ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് ക്യാമറ എവിടെയാണെന്ന് അറിയില്ല. പഠിച്ചിരുന്ന പലരും ചോദിച്ചു, കാരണം നീ കാലത്ത് കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ദിവസവും യേശുവിൻ്റെ പ്രയർ ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്, റോസറി ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്, ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ജെറിൻ്റെ ആലോചന വന്നിട്ട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇതെങ്ങനെയായിരിക്കും എന്ന് വല്ല ധാരണയുണ്ടോ? ഈശോ തന്നെ പറഞ്ഞൊരു മറുപടിയാണ്, ഇവൻ ഇങ്ങനെയായത് ഇവൻ്റെ പൂർവികരുടെ പാപം നിമിത്തമോ ഇവൻ്റെ പാപം നിമിത്തമോ അല്ല, മറിച്ച് ദൈവകൃപ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ജെറിൻ. ഞാൻ എറണാകുളത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കലൂർ താമസിക്കുന്നു. ഇതെൻ്റെ വൈഫ് ആൽഫ. ആൽഫയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നു, എറണാകുളം NRI ബ്രാഞ്ചിൽ. ഞങ്ങളുടെ മൂത്ത മകൾ ജിയാന 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ മകൾ ക്ലെയർ ഇപ്പോൾ നഴ്സറിയിൽ പഠിക്കുന്നു. ഞങ്ങൾ GC എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ ആക്റ്റീവാണ്. കേരള പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ജനിച്ചത് ഒരു ടിപ്പിക്കൽ കാത്തലിക് ഫാമിലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പയും മമ്മിയൊക്കെ വിശ്വാസം പകർന്നു തരാനും എന്നും രാവിലെ കുർബാനയ്ക്ക് പോകാനൊക്കെ എന്നും നിർബന്ധിക്കുമായിരുന്നു. വ്യക്തിപരമായിട്ട് താല്പര്യമില്ലെങ്കിലും അവരുടെ നിർബന്ധം കൊണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം കുർബാനയ്ക്ക് അൽത്താര ശുശ്രൂഷയായിട്ടൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഈശോ എന്ന് പറയുന്ന ഒരാളെ പരിചയം ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ ആ ഒരു 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സക്രാരിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന ഒരാളായിരുന്നു ഈശോ എന്നെ സംബന്ധിച്ച്. പള്ളി വിട്ട് പുറത്ത് പോകുമ്പോൾ പിന്നെ ഈശോ എൻ്റെ കൂടെ വരുന്നില്ല, ഈശോ പള്ളിയിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത് എന്ന ചിന്തയായിരുന്നു എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പപ്പയും മമ്മിയൊക്കെ കൈമാറി തന്ന ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈശോയിൽ ആശ്രയിക്കാനുള്ളൊരു ബോധം അന്ന് ചെറുപ്പത്തിലേ തൊട്ടേ കിട്ടിയിരുന്നു. പിന്നീട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ മുതൽ ഞാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, സ്പെക്സ്. പിന്നീട് ഞാൻ എല്ലാ വർഷവും ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒരു +2 പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് നടത്തിയിരുന്നു. ആ ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്നൊരു അസുഖമാണ് എന്ന് ഡോക്ടർ കണ്ടെത്തി എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടറിൻ്റെ അടുത്ത്. കാരണം എല്ലാ വർഷവും പോകുന്നതായതുകൊണ്ട് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് പോയിരുന്നത്. അങ്ങനെ ചെന്നു, ഡോക്ടർ എന്നോട് പറഞ്ഞു ജെറിന് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്നൊരു അസുഖമാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏകദേശം 20% കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മേ ബി ഒരു 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമോ കൊണ്ട് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് ജെറിനുള്ളത് എന്ന് പറഞ്ഞു. അന്നൊരു 16-17 വയസ്സുള്ള എനിക്ക് അത് വ്യക്തിപരമായിട്ട് താങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, അൽത്താര ശുശ്രൂഷയായി കയറുന്നുണ്ട്, കുർബാനയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്, വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥനകളിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ഈശോ ഒരു 16-17 വയസ്സായപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരു അടുത്ത 5 അല്ലെങ്കിൽ 6 കൊല്ലം കൊണ്ട് തിരിച്ചെടുക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം മുൻപോട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല, ഇരുട്ട് മാത്രം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ 5 അല്ലെങ്കിൽ ഒരു 6 കൊല്ലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല.
+2 കഴിഞ്ഞു, എൻട്രൻസ് എക്സാമൊക്കെ എഴുതി. അങ്ങനെ ഞാൻ ബാച്ചുലർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന കോഴ്സിന് തമിഴ്നാട്ടിൽ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഭാഷ, ഭക്ഷണങ്ങൾ, കൾച്ചർ എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ എന്നും കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ GC യൂത്ത് എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ ഞാനൊരു +2 കാലഘട്ടം മുതലേ ആക്റ്റീവായിരുന്നു. ഈറോഡ് ചെന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും GC യൂത്തിലേക്ക് കുറച്ചും കൂടി അടുക്കാനായിട്ട് ശ്രമിച്ചു. ഞാനങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റഫ് റെക്കോർഡിൽ നിന്ന് മെയിൻ റെക്കോർഡിലേക്ക് എഴുതിയിരിക്കുന്നത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് എനിക്ക് റഫ് റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കാനായിട്ട് സാധിക്കാത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു വീണ്ടും. അപ്പോൾ ഡോക്ടർ റീകൺഫേം ചെയ്തു, കാഴ്ച കൺസിഡറബിളി കുറഞ്ഞിട്ടുണ്ട്, ഇനിയും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാഴ്ച നഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഇത് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ എക്സാമിന് സെക്കൻഡ് ഇയറിൽ തോറ്റു. അപ്പോൾ ഞാൻ പഠിച്ചത് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. അവിടുത്തെ ഒരു റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി 3 പേപ്പറിൽ കൂടുതൽ ഫെയിലായി കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് പറയും, ഇയർ ബ്രേക്കാണ്. നമ്മൾ പുറത്തിരുന്ന് വീണ്ടും പഠിച്ച് 6 മാസം കഴിയുമ്പോൾ എക്സാം എഴുതി നമ്മൾ ജൂനിയേഴ്സിൻ്റെ കൂടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണ് ആ കണ്ടീഷൻ. അങ്ങനെ ആ ഒരു ഇയർ ബ്രേക്ക് എൻ്റെ കോളേജിൽ എനിക്ക് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും ചോദിച്ചു, കാരണം നീ കാലത്ത് കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ദിവസവും GC യൂത്തിൻ്റെ പ്രയർ ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്, റോസറി ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്, ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എന്നോട് ഇങ്ങനെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു. എനിക്ക് അവരോട് പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതും എനിക്കൊരു വലിയ വിഷമമായിരുന്നു. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും ഈശോ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിൽ വലിയൊരു ചോദ്യമായിരുന്നു. ഞാനങ്ങനെ വീട്ടിൽ ചെന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി, MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇയർ ബ്രേക്ക് എന്ന് പറയുന്ന സിസ്റ്റം അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ എക്സാമിൽ ഫെയിലായി ഇയർ ബ്രേക്ക് കിട്ടിയവർക്ക് തിരിച്ച് കോഴ്സിന് റീജോയിൻ ചെയ്യാം എന്നും അവർ പറഞ്ഞു. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമാണ് എൻ്റെ കോളേജിൽ നിന്ന് ഇയർ ബ്രേക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ റൂള് മാറ്റിയതിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായിട്ട് ഏറ്റവും അധികം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സ്നേഹം അപ്പോഴാണ്. കാരണം എനിക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി റൂള് മാറ്റാനും മാത്രം ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു തിരിച്ചറിവ് എനിക്കെന്നുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ തിരിച്ച് റീജോയിൻ ചെയ്തു. പക്ഷേ ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇയർ ബ്രേക്ക് സിസ്റ്റം മാറ്റിയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്നും ഇയർ ബ്രേക്ക് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരാനും വീണ്ടും സർക്കുലർ വന്നു. പക്ഷേ റീജോയിൻ ചെയ്ത സ്റ്റുഡൻസ് പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കോളേജിൽ ചേർന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അപ്പോഴും ആ ചോദ്യം അപ്പോഴും മുമ്പിലുണ്ടായിരുന്നു, വായിക്കാൻ കഴിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ വായിച്ച് പഠിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വായിക്കും, അതുപോലെ തന്നെ എക്സാം എങ്ങനെ എഴുതും എന്നൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ അവർ പഠിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കും, അവരോട് ഒരല്പം ഉറക്കെ വായിക്കാവോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ ഉറക്കെ വായിച്ചു തരുമ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന ബാച്ചുലർ ഓഫ് ഫാർമസിയാണ്. ഒരുപാട് സ്ട്രക്ചേഴ്സ്, കെമിസ്ട്രിയുടെ സ്ട്രക്ചേഴ്സൊക്കെ ഒരുപാട് 60, 70, 80 ഒക്കെ ബെൻസീൻസിൻ്റെ റിങ്ങുകളൊക്കെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൈ പിടിച്ച് ഫ്ലോറിൽ വരച്ച് കാണിച്ചു തരുമായിരുന്നു ഇങ്ങനെ ഓരോ സ്ട്രക്ചറും. അങ്ങനെയാണ് ഞാൻ ആ സ്ട്രക്ചറുകളൊക്കെ പഠിച്ചത്. അപ്പോൾ എക്സാം എഴുതാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്ക്രൈബ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി എനിക്ക് പെർമിഷൻ തന്നു. ആ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാനായിട്ട് ഒരാളെ കൂടെ കൊണ്ടുപോകാം, ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നവരെ കൂടെ കൊണ്ടുപോകാം. അവരെനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തരും, ഞാൻ പറയുന്ന ഉത്തരം അവരെനിക്ക് വേണ്ടി ആ ആൻസർ ഷീറ്റിൽ എഴുതും. നോക്കാനായിട്ട് ഇത് ഒരു സ്പെഷ്യൽ ഇൻവിജിലേറ്റർ കൂടി ഉണ്ടാവും. ഇങ്ങനെ സ്ക്രൈബ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നീടുള്ള എൻ്റെ പഠനം മുഴുവൻ നടത്തിയത്. എക്സാം ഞാൻ 4 വർഷത്തെ കോഴ്സ് 4 വർഷം കൊണ്ട് തന്നെ പഠിച്ച് പാസ്സായി 60% മാർക്കോട് കൂടെ ഈശോയുടെ അനുഗ്രഹത്തോടു കൂടെ പാസ് ഔട്ട് ആകുമ്പോൾ അങ്ങനെ എനിക്ക് വായിച്ചു തന്ന പല കൂട്ടുകാരും പരാജയപ്പെട്ടെടുത്ത് കാണാൻ കഴിയാതെ കേട്ട് പഠിച്ച് മറ്റൊരാൾ വഴി ഉത്തരം എഴുതിയ എന്നെ പാസ്സാക്കാനും മാത്രം ഈശോ എന്നെ സ്നേഹിച്ചു. പക്ഷേ ഇതിനകത്ത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും തനിയെ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാലും ജോലി എങ്ങനെ കിട്ടുമെന്നൊരു ചോദ്യം മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും എന്നോട് പറഞ്ഞു, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള 2 കൊല്ലത്തെ ഫീസെങ്കിലും സേവ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ കൂടുതൽ ആശ്രയിച്ചത് ഈശോയിലായിരുന്നു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ധൈര്യം തന്നത് ഫിലിപ്പിയർ 4:7 എന്ന് പറയുന്നൊരു വചനമാണ്. നിൻ്റെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നെ കാത്തുകൊള്ളും എന്ന വചനമാണ് അന്ന് ഇങ്ങനെ ബാക്കിയുള്ളവർ പറയുമ്പോഴും
ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പഠനമായിട്ട് മുന്നോട്ട് പോകാനും ജി സി യുത്തിലെ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് ധൈര്യം തന്ന ഒരു വചനമായിരുന്നു. അങ്ങനെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പാസ്സായി. ഞാൻ പിന്നീട് MBA ചെയ്തു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ MBA ചെയ്തിരുന്നു. കഴിഞ്ഞ് ഞാൻ ആദ്യം ജോലി ചെയ്ത കമ്പനി വിപ്രോ ആണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഞാൻ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈശോയെ കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ ഈശോയോട് കൂടെ മറ്റുള്ളവർ എനിക്ക് ഇനി മുന്നോട്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചുകൂടെ എന്ന ചോദ്യം വന്നപ്പോൾ ഒറ്റയ്ക്ക് ഈശോയോടൊപ്പം ഇരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഈശോയെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് പോലെ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും കൊട്ട നെയ്യാനോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനോ ഒക്കെ ട്രഡീഷണലായിട്ട് കാഴ്ചയില്ലാത്തവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലിയിൽ ഞാൻ ഒതുങ്ങി പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈശോ പറയുന്നത് കേട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ കർത്താവ് എന്നെ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് 2008, 2009 കാലഘട്ടത്തിലാണ് വായിക്കാൻ പറ്റാത്തത്. പിന്നീട് 2-3 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയി. എനിക്കിപ്പോൾ ആക്ച്വലി ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് ക്യാമറ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അസുഖം വന്നതെന്നുള്ളത്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞൊരു മറുപടിയാണ്, ഇവൻ ഇങ്ങനെയായത് ഇവൻ്റെ പൂർവികരുടെ പാപം നിമിത്തമോ ഇവൻ്റെ പാപം നിമിത്തമോ അല്ല, മറിച്ച് ദൈവകൃപ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പണ്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത്, കാഴ്ചയില്ലാത്തവരെങ്ങനെയാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു സാധ്യത മലയാളത്തിലില്ല എന്ന് കണ്ടപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം ഞാൻ തുടങ്ങി. അങ്ങനെ 2015 കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഡെയ്സി എന്ന് പറയുന്ന ഫോമാറ്റിൽ വായിക്കാൻ കഴിയുന്ന, കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി വായിക്കാൻ കഴിയുന്ന ഒരു മലയാളം ബൈബിള് POCക്ക് വേണ്ടി KCBC ബൈബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് ഈശോനെ ഉപയോഗിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് വെറുതെ അല്ല, മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് എന്നൊരു ബോധ്യം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പം ഞാൻ കാഴ്ചയില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളുടെയോ മുഖം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കണ്ണ് ഇവളാണ്. ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഡയലോഗ്സ് ഇല്ലാത്ത സീൻസ് എനിക്ക് ആൽഫയാണ് പറഞ്ഞു തരിക, എന്താണ് വിഷ്വൽ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരികയും ഞങ്ങൾ സിനിമയ്ക്കെല്ലാം പോകുന്ന ആൾക്കാരാണ്, യാത്രകൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ 2025 കശ്മീർ പഹൽഗാം അറ്റാക്ക് നടന്നതിൻ്റെ അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആ എക്സാക്ട് സ്പോട്ടിലൊക്കെ പോയി നിന്നിരുന്നു. അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഈശോ എനിക്ക് തന്നു. കാഴ്ചയില്ലെങ്കിലും കാഴ്ചയുള്ളതുപോലെ തന്നെ കൂടെ നടക്കാൻ പറ്റിയൊരു ഭാര്യയും ജീവിത സാഹചര്യങ്ങളും ഈശോയുടെ സ്നേഹത്തിലൂടെ എനിക്ക് കിട്ടി. ഞാൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജോലി ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ കാഴ്ചയില്ലെങ്കിൽ എങ്ങനെയാണ് ജോലി ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഞാൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്ക്രീൻ റീഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്, ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന TTS എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ടെക്നോളജി. അത് സ്ക്രീൻ കണ്ടുപയോഗിക്കുന്നതിന് പകരം സ്ക്രീനിലുള്ളതിനെ ഓഡിയോ ഔട്ട്പുട്ടായിട്ട് മാറ്റി തരും നമുക്ക്. അപ്പോൾ അത് കേട്ട് സ്ക്രീനിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് വെച്ച് ആ ടെക്നോളജി വെച്ചാണ് ഞാൻ മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിക്കുന്നത്.
വളരെ സാധാരണമായിട്ട് ഒരു ചെറുപ്പകാലമായിരുന്നു. നോർമലി പള്ളിയിൽ പോവും, പ്രാർത്ഥനയുണ്ട്, പക്ഷേ നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അപ്പം കോളേജൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ അമ്മയാണ് ജെറിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ ആൻറ്റി ഒരു ബയോഡേറ്റ തന്നിരുന്നു. അതിൽ ആക്ച്വലി ചേട്ടൻ്റെ പ്രൊഫഷനും ഇതുമല്ല ഞാൻ നോക്കിയത്. മെയിനായിട്ട് ജീസസ് യൂത്തിൽ ആക്റ്റീവ് ആണെന്നുള്ള കാര്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ കാത്തലിക് ഫെയ്ത്ത്, നല്ല ഫെയ്ത്ത് ഉള്ളൊരു കുട്ടി വേണം എന്നുള്ളത് അതിൽ തന്നെ എഴുതിയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആക്ച്വലി. അത് കഴിഞ്ഞ് ഈ വിഷൻ്റെ പ്രശ്നം പറഞ്ഞെങ്കിൽ എനിക്കത് അത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല, ചെറിയ എന്തെങ്കിലും പ്രശ്നം. അത് കഴിഞ്ഞ് ഇവർ വീട്ടിൽ വന്നു, പപ്പയും മമ്മയും ജെറിനും കൂടെ വീട്ടിൽ വരുമ്പോഴും ഞങ്ങൾക്ക് ശരിക്കും വീട്ടിലാർക്കും കാര്യമായിട്ട് മനസ്സിലായില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളതായിട്ട്. നോർമലി എല്ലാം നടന്നു വരുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ ഈ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസയാണ് എടുത്തു പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു ജെറിനത് എനിക്ക് ശരിക്കും കിട്ടാൻ വേണ്ടി ആ വീട് വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രജിസ്റ്റർ ചെയ്ത് വെച്ചു, കാരണം പോകുമ്പോൾ ഗൂഗിൾ ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പോകുമ്പോൾ ഞാനിതെല്ലാം റിസർച്ച് ചെയ്ത് ശരിക്ക് പഠിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ ജനറ്റിക് ഡിസീസാണെന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു എനിക്കിത് ദൈവം തന്നാണെന്നുള്ളൊരു വല്ലാത്തൊരു ഉൾവിളി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജെറിനെ ഒന്ന് കാണാൻ ബാങ്കിൽ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജെറിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി ഒരു വണ്ടിയിൽ ഇടിക്കാൻ പോയി, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരെ കയറി പിടിച്ചു. അപ്പോൾ ജെറിൻ പിന്നീട് അത് പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ തന്നെ ഞാൻ കയറി പിടിച്ചപ്പോൾ ജെറിന് മനസ്സിലായി, വളരെ സന്തോഷമായി എന്ന് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോരുമ്പോൾ എനിക്ക് അതുവരെ ഒരു മനുഷ്യനിൽ നിന്ന് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടില്ല. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ജെറിന്. അത് ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എനിക്ക് ജീസസ് യൂത്ത് എന്നുള്ളൊരു മൂവ്മെൻറ്റ് എനിക്ക് ഞാനതിൻ്റെ ഫാനാണ് ആക്ച്വലി. അതിൽ ഉള്ളൊരു ലൈഫ് സ്റ്റൈല് ഭയങ്കര നല്ല ഒരു ഇതാണ്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇത്. വളരെ പ്രാർത്ഥനയൊക്കെ ഉള്ള കുടുംബം, നല്ല സന്തോഷമായിരിക്കുമല്ലോ, ഒന്നും നോക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അഗസ്റ്റിൻ കല്ലേലി അച്ഛൻ ജീവാലയിൽ പറയുന്ന പോലെ എപ്പോഴും കല്യാണത്തിൻ്റെ ആദ്യ വർഷം കഴിഞ്ഞ് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ വീര്യം കുറഞ്ഞു വരാതെ നോക്കണമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ശരിക്കും ഞങ്ങളുടേത്. ആദ്യത്തെ ഒരു വർഷം കുറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയിട്ടാണ് വന്നിട്ടുള്ളൂ. അത് ശരിക്കും ഞങ്ങളെ ഈശോ കാക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ ആളുകളുമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വരുന്നതെല്ലാം ഫേവറബിൾ ആയിട്ട് വരും. പിന്നീട് ഞാനും ജീസസ് യൂത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ബാങ്ക് ടെസ്റ്റ് എഴുതി. സെയിം ബാങ്കിൽ തന്നെ ഈശോ എനിക്കും കൂടെ സെലക്ഷനായി. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടി 2 മാസത്തിൽ തന്നെ പ്രഗ്നൻ്റ് ആയി. എന്നാൽ ഞങ്ങൾ ഫാമിലി പ്ലാനിങ് ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ തന്നെയാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ ഫാമിലി മിനിസ്ട്രിയിൽ ആക്റ്റീവായിട്ട് ഉണ്ട്. കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ അവരെ നടത്തണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ജീവിതം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ജെറിൻ്റെ ആലോചന വന്നിട്ട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇതെങ്ങനെയായിരിക്കും എന്ന് വല്ല ധാരണയുണ്ടോ. പക്ഷേ അതൊന്നും എനിക്കത് മൈൻഡ് ചെയ്യാനേ തോന്നിയിട്ടില്ല. എല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും ആ കരുണ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്.
ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ കൂടെ നടന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലതും ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ആൽഫ കല്യാണത്തിൻ്റെ സമയത്ത് യൂണിയൻ ബാങ്കിലല്ല ജോലി ചെയ്തിരുന്നത്. പിന്നീട് 2 വർഷത്തോളം ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ട് IBPS എക്സാം എഴുതിയാണ് ബാങ്കിൽ ജോലി കിട്ടിയത്. അതും ഞങ്ങൾ കൊടുത്തിരുന്ന ചോയ്സ് അല്ല യൂണിയൻ ബാങ്ക്, ഞങ്ങൾ മറ്റൊരു ബാങ്കായിരുന്നു ചോയ്സ് കൊടുത്തിരുന്നത്. പക്ഷേ ഈശോ തിരഞ്ഞെടുത്ത് ആൽഫേനെ പ്ലേസ് ചെയ്തത് ഞാൻ ജോലി ചെയ്യുന്ന സെയിം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഒരേ ഓർഗനൈസേഷനിൽ പോസ്റ്റിംഗ് എല്ലാം അടുത്തടുത്ത് തന്നെ കിട്ടി ജോലി ചെയ്യാനായിട്ട് ഈശോ അതിലൂടെ വഴിവെച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളുണ്ടായ കേസിൽ രണ്ടാമത്തെ മകള് പ്രിമച്വറാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപേ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി കുർബാനകൾ സമർപ്പിച്ച്, ഞങ്ങൾ ഇപ്പോൾ എന്നും രാവിലെ 6:30 കുർബാനയ്ക്ക് പോകുന്നവരാണ്. അപ്പോൾ കുർബാനകൾ സമർപ്പിച്ച് അതോടൊപ്പം തന്നെ ചില പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചില പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചവരാണ്. പക്ഷേ എന്നിട്ടും ഇളയ കുഞ്ഞ്, രണ്ടാമത്തെ മകൾ ജനിച്ചപ്പോൾ പ്രിമച്വറായിരുന്നു. 1 മാസത്തോളം പ്രിമച്വറായിരുന്നു. അതിന് മുൻപ് ഏകദേശം ഒരു 1.5 ആഴ്ചയോളം ആൽഫ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാനായിട്ട് ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആൽഫയ്ക്ക് പെയിനായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ പെയിൻ അഗ്രവേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത്. അങ്ങനെ വന്നു. ഞങ്ങൾ പെയിൻ പെട്ടെന്ന് കൂടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് കാറിലിരിക്കെ തന്നെ കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അന്ന് ഈശോനെ ഒരുപാട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. ഹോസ്പിറ്റലിലെത്തി ലേബർ റൂമിൽ കയറ്റി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ മോള് ക്ലെയർ ജനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി കാറിലിരുന്ന് ഡെലിവറി കഴിയുമെന്നുള്ളതായിരുന്നു. ഡോക്ടർ അതാ പറഞ്ഞത്, അല്പസമയം കൂടി കഴിഞ്ഞെങ്കിൽ അമ്മയും കുഞ്ഞും വേറെ വേറെ ആയിട്ട് കൊണ്ടുവരായിരുന്നു എന്ന്. ഒക്കെ ഈശോ പ്രത്യേകം കാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ അതിനൊക്കെ കാണുകയാണ്. ഞങ്ങൾ വിവാഹത്തിന് ശേഷം ഞാൻ 2 തവണ പ്രൊമോഷൻ, ഞാനിപ്പോൾ സീനിയർ മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ് കോളേജുണ്ട് ബാംഗ്ലൂർ. അവിടെ ട്രെയിനിങ്ങിന് പലപ്പോഴും എന്നെ ഡെപ്യൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നതെല്ലാം ഒറ്റയ്ക്കാണ്. ബാംഗ്ലൂർക്ക് മറ്റ് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ യാത്രകളിലൊക്കെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഈശോയുടെ ഒപ്പം സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സ്ഥിരം സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, പലപ്പോഴും എന്തിനു വേണ്ടി ഞാനിപ്പോൾ ഇത് ചെയ്യുന്നേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കിയതായിരുന്നു ഈശോ ആ ഒരു കാര്യത്തിലൂടെ എന്ന് ഉള്ള തിരിച്ചറിവ് എനിക്ക് മറ്റു പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഓരോ കുഞ്ഞു കാര്യങ്ങളിലൂടെയും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് കൃത്യമായിട്ട് ഒരുക്കി കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് എന്നാണ് ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇല്ലാത്തതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കാതെ ഈശോയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കാറ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുറവെല്ലാം നിറവായിട്ട് മാറും. ജെറിൻ എപ്പോഴും പറയുന്നത് പോലെ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് ടു ബി എൻജോയ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി സെലിബ്രേറ്റഡ്. അത് നമ്മൾ ഈശോയുടെ ഒപ്പം ആവുമ്പോൾ അതുപോലെ തന്നെയാണ്, എൻജോയും ചെയ്യുന്നു, സെലിബ്രേറ്റും ചെയ്യുന്നു. അപ്പോൾ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ സമാധാനത്തിൽ എന്നും ഈശോയോടൊപ്പം നടക്കുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടിരിക്കുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് ടു ബി എൻജോയ്ഡ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി സെലിബ്രേറ്റഡ് എന്നാണ്. ഞങ്ങളുടെ ജീവിതം ഈശോയുടെ ഒപ്പം ആഘോഷിക്കുകയാണ്. ആസ്വദിക്കാനായിട്ട് ഈശോ വേണമെന്നില്ല. ജീവിതം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാം. പക്ഷേ അതൊരു ആഘോഷമാക്കണമെങ്കിൽ ഈശോ ഉണ്ടായേ തീരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ആഘോഷമാവട്ടെ.